ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു നോൺ വെജ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ ഒക്കെ ഐറ്റം ഒരു ഡിഷൊക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. നമ്മൾ വെജ് റെസിപ്പീസാണ് കൂടുതൽ ചെയ്യാറില്ലേ. ഫിഷ് നമ്മൾ ചെയ്യാറുണ്ട്, അത് കൂടാണ്ട് വെജ് റെസിപ്പീസാണ് കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സാധാരണ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കും, തക്കാളിയും സബോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. വേണമെന്ന് വെച്ചാൽ പറയാം, നമ്മുടെ ഗോവൻ ചിക്കൻ വിന്താലുവിൻ്റെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സവാള ഉണ്ടാവും, എന്നാൽ തക്കാളി പച്ചമുളക് ഐറ്റംസ് ഒന്നുമില്ല. എന്നാൽ വെരി ഈസിയാണ്, നല്ല ടേസ്റ്റുള്ള മസാല ആണ്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി, നാൻ ബ്രെഡ്, അങ്ങനത്തെ ഏത് ഐറ്റത്തിൻ്റെ ഒപ്പം സൂപ്പർ ടേസ്റ്റാണ്. പിന്നത്തെ ദിവസത്തേക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടി വരും. നല്ല ബ്രൗൺ കളറിൽ ഒരു പ്രത്യേക രസമാണ് കാണാൻ തന്നെ ഈ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ വേണ്ടി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു 1 kg ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ വേണം. വറ്റൽമുളക് ഒരു 5-10 എണ്ണം, കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. 3 ടീസ്പൂൺ മുഴുവൻ മല്ലി, ഒരു ബേ ലീഫ്, 4 ഏലക്കായ, 4-5 കരയാമ്പു, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനീഗറാണ്. ഞാൻ പറഞ്ഞ നേരത്തെ ഗോവൻ ഒരു റെസിപ്പിയുടെ ഒരു സ്റ്റൈലാണ്, ഗോവൻ ചിക്കൻ വിന്താലിന്റെ ഒരു സ്റ്റൈലാണ്. അപ്പൊ അതിൽ വിനീഗർ മസ്റ്റാണ്. അല്ല, വിനീഗർ അല്ലെങ്കിൽ ടമറിൻ പേസ്റ്റ്. അപ്പൊ വിനീഗറാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ വിനീഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ സോൾട്ട് വേണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 പീസ് കറുവാപ്പട്ട, 2 സവാള, അത് ഞാൻ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്, വെള്ളം, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാൻ അവിടെ വെളിച്ചെണ്ണയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇതെല്ലാം ഒന്നിട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് പൊട്ടി തുടങ്ങും. ഈ മല്ലിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുന്ന ആ സൗണ്ട് വെക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നേരെ ഇത് മിക്സിയിലെ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എടുത്തു വെച്ചത് അതുകൂടി ഇട്ട് കൊടുക്കാം, വിനീഗർ. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്ര നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മസാലയ്ക്ക് ഇതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1-2 മണിക്കൂർ നമ്മൾ സാധാരണ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ വെച്ചിട്ട് നമ്മൾ കറി പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ വീണ്ടും കടായി ചൂടാക്കാൻ വെച്ചു, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നമ്മൾ ഒന്ന് സോഫ്റ്റ് ആവണ വരെ മാത്രം വഴറ്റിയാൽ മതി കേട്ടോ. സവാള നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റാണ് ഞാൻ വഴറ്റിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം.
ആദ്യം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് അങ്ങനെ വെക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ പാത്രത്തിൽ മസാലയ്ക്ക് ഒന്ന് കഴുകി വെച്ച വെള്ളം ഏകദേശം 1 കപ്പ് ഉണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്, അതായത് ചിക്കൻ്റെ വേവ് നന്നായി ആവണ വരെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ ഞാനൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഇങ്ങനെ നല്ല ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇരുന്ന് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഡിഷാണിത്. അപ്പം ഏറ്റവും എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. കുറച്ച് ടൈം എടുക്കും, ഒന്ന് നന്നായി വെന്ത് ഇതേപോലെ ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്താണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.